പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം പക്ഷി ഔർ ദീമക്. ഇതൊരു കഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് മുക്തിബോധ് എന്ന ലേഖകൻ. ഈ കഥയിലൂടെ ലേഖകൻ വളരെ നല്ല ഒരു മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പല യുവാക്കളും മുതിർന്നവരുടെ വാക്കുകൾ പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ലഹരിയുടെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും ഒക്കെ പിറകെ പോവുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തി ജീവൻ വരെ അപകടത്തിലാവുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു ഗുണപാഠം എന്ന രീതിയിൽ ഈ കഥ അദ്ദേഹം അവതരിപ്പിച്ച് തരികയാണ്. ഇതിലെ യുവാവായ പക്ഷിയെ ഇന്നത്തെ യുവാക്കൾക്ക് പ്രതീകമായി കാണാൻ സാധിക്കുന്നു. ഇതിലുള്ള യുവാവായ പക്ഷിക്ക് ചിതല് കഴിക്കാൻ വലിയ മോഹമായിരുന്നു. ചിതലെന്ന് പറയുന്നത് പക്ഷികളുടെ സ്വാഭാവിക ഭക്ഷണം അല്ല, എപ്പോഴും കഴിക്കുന്ന സ്വാഭാവിക ഭക്ഷണം അല്ല. അത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ്. എന്നാൽ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ഈ പക്ഷിക്ക് ഒരു ദിവസം ചിതലിനോട് അമിതമായ ആഗ്രഹം തോന്നുകയാണ്. വളരെ ഉയരങ്ങളിൽ പറക്കുമ്പോഴും താഴെയുള്ള ചെറിയ ജീവജാലങ്ങളെ വളരെ വേഗത്തിൽ കാണാനുള്ള കഴിവ് ഇവകൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ താഴെ അവരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചെറിയ സ്മെല്ല് പോലും ഉയരങ്ങളിൽ നിന്ന് അറിയാനുള്ള കഴിവും ഇവകൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ യുവാവായ പക്ഷി ഒരു ദിവസം തൻ്റെ പിതാവിൻ്റെയും കൂട്ടുകാരുടെയും കൂടെ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് താഴെ റോഡിലൂടെ ഒരു കാളവണ്ടി പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ കാളവണ്ടിയിൽ ധാരാളം ചാക്കുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് മുഴുവനും ചിതലായിരുന്നു. അങ്ങനെ ആ വണ്ടിക്കാരൻ ഉറക്കെ വിളിച്ചു പറയുന്നതായി കേൾക്കാം, ചിതലു വേണോ എങ്കിൽ തൂവൽ തരൂ, ഒരു തൂവലിന് 2 ചിതലുകൾ തരാം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷി അങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുകയും ചിതല് കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ചിതല് കഴിക്കാനുള്ള സൗകര്യം ഇതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷികൾക്ക് വളരെ അപൂർവമായി മാത്രമാണ് ചിതലുകൾ ലഭിക്കാറുള്ളത്. ഭൂമിയിൽ അവിടെ ഇവിടങ്ങളിലായി വലിയ മരത്തിൻ്റെ തടികളിലൂടെ കയറി ചില്ല വരെ വ്യാപിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ചിതൽപുറ്റുകൾ കാണാറുണ്ട്. അത് വളരെ വിരളമായി മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷി ചിന്തിച്ചു, ഒരു പ്രയാസവുമില്ലാതെ എളുപ്പത്തിൽ ചിതല് കഴിക്കാൻ ഇത് തന്നെയാണ് നല്ല മാർഗം. അവൻ പെട്ടെന്ന് തൻ്റെ കൂട്ടുകാരുടെയും പിതാവിൽ നിന്നും പെട്ടെന്ന് തെന്നി മാറിക്കൊണ്ട് പറന്ന് വട്ടം ചുറ്റി താഴെ റോഡരികിലുള്ള ഒരു മരത്തിൻ്റെ കൊമ്പിൽ വന്ന് ഇരുന്നു. അല്പസമയങ്ങൾ കൊണ്ട് ആ കാളവണ്ടിക്കാരൻ ആ മരക്കൊമ്പിനരികിലേക്ക് എത്തി. ഉടനെ തന്നെ പക്ഷി അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ അവരുടെ കച്ചവടം അവരുറപ്പിച്ചു. 2 ചിതലിന് ഒരു തൂവൽ കൊത്തിയെടുക്കാൻ പക്ഷിക്കാദ്യം പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും ചിതലിൻ്റെ സ്വാദ് മനസ്സിലാക്കി ആ പ്രയാസം സഹിച്ചുകൊണ്ട് തൂവൽ നൽകുകയായിരുന്നു. പിന്നീട് ഓരോ ദിവസവും പക്ഷി ചിതല് കഴിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് ഇതേ സ്ഥലത്ത് വരികയും തൻ്റെ ഓരോ തൂവലുകൾ നൽകി ചിതലുകൾ കഴിക്കാൻ തുടങ്ങി.
ഇത് തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുമെന്ന് പക്ഷി ചിന്തിച്ചതേ ഇല്ല. ഒരു ദിവസം പക്ഷിയുടെ അച്ഛൻ ഇത് കണ്ടെത്തുകയാണ്. ഉടനെ തന്നെ ഉപദേശിക്കുകയാണ്, മകനെ, ചിതലെന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. ഇത് അപൂർവങ്ങളിൽ അപൂർവം എപ്പോഴെങ്കിലും കഴിക്കേണ്ട ഒരു ഫുഡാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ അസ്തിത്വം നഷ്ടപ്പെടുത്തരുത്. ഒരു പക്ഷിക്ക് തൻ്റെ തൂവലും അതുപോലെ ചിറകുകളും വളരെ അനിവാര്യമായ ഒന്നാണ്. പക്ഷേ ഈ ഉപദേശത്തെ ചെവികൊള്ളാതെ തന്നിഷ്ടക്കാരനായ പക്ഷി മുഖം തിരിച്ചുകൊണ്ട് വീണ്ടും ഇതേ പ്രവണത തുടരുകയാണ്. അതിനുശേഷം ആ പക്ഷിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമുക്ക് അടുത്ത പാർട്ടിൽ ചർച്ച ചെയ്യാം. എല്ലാവരും ഈ ഭാഗം നല്ലപോലെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. പക്ഷി ഔർ ദീമക്. പുതിയ പാഠത്തിൻ്റെ പേരാണ് പക്ഷി ഔർ ദീമക്. ഇതൊരു കഹാനിയാണ്, കഥയാണ്. എഴുതിയ ലേഖകൻ്റെ പേര് മുക്തിബോധ്. മുക്തിബോധ് എന്ന ലേഖകനാണ് ഈ കഹാനി, കഥ എഴുതിയിട്ടുള്ളത്. നോക്കൂ, ഏക് ധ പക്ഷി, അർത്ഥം വെക്കുമ്പോൾ ഏക് പക്ഷി ധ, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ്, അവൻ, നീലെ ആസ്മാൻ മേം, നീല ആകാശത്തിൽ, ഖൂബ് ഊഞ്ചായി പർ, ധാരാളം ഉയരങ്ങളിൽ, ഉടുത്ത ജാ രഹാഥ, പറന്ന് പോയി കൊണ്ടിരിക്കുകയായിരുന്നു, പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്കെ സാത്ത്, അവൻ്റെ കൂടെ, ഉസ്കെ പിത, അവൻ്റെ പിത ഔർ പിതാവും, മിത്ര ഭി, കൂട്ടുകാരും, ധേ ഉണ്ടായിരുന്നു. സബ് എല്ലാവരും, ബഹുത് വളരെ, ഊഞ്ചായി പർ ഉയരത്തിൽ, ഉഠ്നെ വാലെ പറക്കുന്നവരായ, പക്ഷി ധേ പക്ഷികൾ ആയിരുന്നു. ഉൻകി നിഗാഹേം ബി, ഉൻകി അവരുടെ, നിഗാഹേം ബി നോട്ടങ്ങളും അവരുടെ ദൃഷ്ടിയും, ബഡി തേസ് ദി വളരെ വേഗത കൂടിയ, വളരെ പവർ ഉള്ളതായിരുന്നു, വേഗതയുള്ളതായിരുന്നു. രണ്ടർത്ഥം വെക്കാം തേസ് എന്നതിനേക്ക്. വളരെ സ്പീഡായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഉയരങ്ങളിൽ നിന്നുകൊണ്ടും താഴെയുള്ള ജീവികളെ, ചെറിയ ജീവികളെ പെട്ടെന്ന് വേഗത്തിൽ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലായിരുന്നു അവരുടെ ദൃഷ്ടി, നോട്ടം. ഉന്നേം അവർക്ക്, ദൂർ ദൂർ കി അങ്ങ് ദൂരെ ദൂരെയുള്ള, ഭനക്ക്, ഭനക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മൈല്യൂട്ടായ സൗണ്ട്, വളരെ ചെറിയ ശബ്ദം. ഭനക് ഔർ ദൂർ ദൂർ കി മെഹക്ക്, ദൂരെ ദൂരെയുള്ള സ്മെല്ലുകൾ. അപ്പോൾ ദൂരെയുള്ള സൗണ്ടും അതുപോലെ ദൂരെ നിന്ന് കേൾക്കുന്ന സ്മെൽ, അല്ലെങ്കിൽ ദൂരെ നിന്ന് അനുഭവിക്കാൻ കഴിയുന്ന സ്മെല്ലുകളും മിൽ ജാതി കിട്ടുന്നവരായിരുന്നു. അത്രയും പവർ ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകതയാണ്, വളരെ ഉയരത്തിൽ പറക്കുകയാണെങ്കിലും താഴെ എന്തെങ്കിലും ചെറിയ ഒരു അനക്കം അവർക്ക് മേലെ നിന്ന് കേൾക്കാൻ കഴിയുന്നു. അതുപോലെ താഴെയുള്ള ഗന്ധം അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത്ര കഴിവുള്ള പക്ഷികളായിരുന്നു ഇവർ. ഏക് ദിൻ, ഒരു ദിവസം, വഹ് നൗജവാൻ പക്ഷി, ആ യുവാവായ പക്ഷി, ജമീൻ പർ ഭൂമിയിൽ, ചൽത്തി ഹുയി ഏക് ബൈൽഗാഡി കോ ദേഖ് ലേത്താ ഹൈ. ഈ പക്ഷി ജമീൻ പർ ഭൂമിയിലൂടെ ചൽത്തി ഹുയി പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന, ഏക് ബൈൽഗാഡി കോ ഒരു കാളവണ്ടിയെ, ദേഖ് ലേത്താ ഹൈ കാണുന്നു. ഉസ്മേം ആ വണ്ടിയിൽ, ബഡേ ബഡേ വലിയ വലിയ, ബോരെ ചാക്കുകൾ, ഭരേ ഹുയേ ഹെ നിറച്ചിട്ടുണ്ടായിരുന്നു. ഗാഡിവാല ആ വണ്ടിക്കാരൻ, ചില്ല ചില്ലാക്കർ ഒച്ചത്തിൽ ഒച്ചയിട്ടുകൊണ്ട്, കെഹ്താഹെ പറയുന്നു, ദോ ദീമഗേം ലോ രണ്ടു ചിതലുകൾ വാങ്ങിക്കോളൂ, പകരം ഏക്ക് പങ്ക് ദോ ഒരു തൂവൽ, ഒരു ചിറക് എന്നും അർത്ഥം വെക്കാം, തൂവൽ എന്നും അർത്ഥം വെക്കാം. പക്ഷേ ഇവിടെ തൂവൽ എന്നാണ് അർത്ഥം. പക്ഷിയുടെ തൂവൽ, ചിറക് എന്നതിനും പങ്ക് എന്ന് പറയാറുണ്ട്. ഏക്ക് പങ്ക് ദോ ഒരു തൂവൽ തരൂ. ഉസ് നൗജവാൻ പക്ഷിക്കോ ആ യുവാവായ പക്ഷിക്ക്, ദീമഗോം ക ഷൗഖ്ദ ഈ ചിതലുകളുടെ താല്പര്യം ഉണ്ടായിരുന്നു. ചിതലുകൾ കഴിക്കാൻ ഷൗക്ക്, ഇൻട്രസ്റ്റ്, താല്പര്യമുണ്ടായിരുന്നു.
വൈസേത്തോ അങ്ങനെയൊക്കെയാണെങ്കിലും ഊഞ്ചേ ഉഡ്നെ വാലെ പഞ്ചിയോം കോ ഉയരത്തിൽ ഉഡ്നെ വാലെ പറക്കുന്ന പഞ്ചിയോം കോ പഞ്ചി എന്ന് പറഞ്ഞാലും ചിടിയ എന്ന് പറഞ്ഞാലും പക്ഷി എന്ന് പറഞ്ഞാലും ബേർഡ് എന്നാണ് അർത്ഥം, പക്ഷി എന്ന് തന്നെയാണ് അർത്ഥം. പഞ്ചിയോം കോ പക്ഷികൾക്ക് ഹവാമേഹി വായുവിൽ തന്നെ, ഹി എന്ന് പറയുമ്പോൾ തന്നെ, ബഹുത് സേ കീടെ ഒരുപാട് ചെറിയ കീടങ്ങൾ തൈർത്തെ ഹുയെ മിൽ ജാത്തെ ഇഴയുന്നതായിട്ട് അതുപോലെ നീന്തി തുടിക്കുന്നതായിട്ട് കിട്ടാറുണ്ട്, കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ വായുവിലൂടെ പറക്കുമ്പോൾ തന്നെ ചെറിയ ജീവജാലങ്ങളെ വായുവിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടാറുണ്ട്, കഴിക്കാൻ കിട്ടാറുണ്ട്. അതാണ് ഇവിടെ തൈർന എന്ന് പറഞ്ഞാൽ നീന്തുക എന്നാണ്. പക്ഷെ ഇവിടെ വായുവിലൂടെ നീന്തുക എന്ന് പറഞ്ഞാൽ പാറിക്കളിക്കുന്ന ചെറുജീവികളെ അവർക്ക് കിട്ടാറുണ്ട്. ജിനേം അവരെ ഖാക്കർ അല്ലെങ്കിൽ ആ ജീവികളെ ഖാക്കർ കഴിച്ചിട്ട് വേ അപ്നി ഭൂക്ക് അവർ തൻ്റെ വിശപ്പ് ധോടി ബഹുത്ത് ശാന്ത് കറെത്തീതി. ധോടി ബഹുത്ത് എന്ന് പറഞ്ഞാൽ ധോട എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ്, ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ എന്നാണ്. ഇത് രണ്ടും വരുമ്പോൾ ഒത്തിരി എന്നാണ് അർത്ഥം വെക്കുക. ഒത്തിരി ശാന്ത് കർലേത്തെ അവർ സമാധാനിപ്പിക്കുമായിരുന്നു, തൻ്റെ വിശപ്പ് അവർ ശമിപ്പിക്കുമായിരുന്നു. ശാന്ത് എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. തൻ്റെ വിശപ്പ് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വിശപ്പ് ഒരു പരിധിവരെ അവർ ശമിപ്പിക്കുമായിരുന്നു. ലേഖിൻ പക്ഷേ ദീമകയും ചിതലുകൾ സിർഫ് കേവലം ജമീൻ പർ മിൽത്തീതി ഭൂമിയിൽ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ നിലത്ത് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. കഭി കഭി ഇടക്കിടക്ക് പേടോം പർ മരങ്ങളിലും, ജമീൻ സേ അതുപോലെ തന്നെ ജമീൻ സേ തനേ പർ എന്ന് പറഞ്ഞാൽ തനേ പർ ചടുക്കർ ചില മരത്തടികളിലൂടെ നിലത്ത് നിന്ന് മരത്തിൻ്റെ തടികളിലൂടെ ചടുക്കർ കയറിയ രീതിയിലും ചിതൽ കാണാറുണ്ട്. ജമീൻ സേ നിലത്ത് നിന്ന് തനേപ്പർ, തന എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ താഴെ ഭാഗത്തുള്ള തടിയാണ്. ആ താഴ്ത്തടിയിലൂടെ ചടുക്കർ കയറുന്ന രീതിയിലും കാണാറുണ്ട്. അതുപോലെ അങ്ങനെ ചടുക്കർ കയറിയിട്ട് ഊഞ്ചി ഡാൽ തക്ക് ഉയർന്ന കൊമ്പ് വരെ, ശിഖരം വരെ അതെത്താറുണ്ട്. വേ അവ അപ്ന മട്ടിയാല ലംബാഗർ ബനാലേത്തി അങ്ങനെ അവർ തൻ്റെ മട്ടിയാല മണ്ണുകൊണ്ടുള്ള ലംബ നീളത്തിലുള്ള ഘർ ബനാലേത്തി വീട് ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം നിലത്താണ്, ഭൂമിയിലാണ് ചിതലുകൾ കാണുക. ആ ചിതലുകൾ ഇടക്ക് ചില മരത്തിൻ്റെ താഴ്ത്തടിയിലൂടെ കയറി ഉയർന്ന കൊമ്പ് വരെ എത്താറുണ്ട്. അങ്ങനെ അവർ തൻ്റെ മണ്ണുകൊണ്ടുള്ള വീട് അവർ ഉണ്ടാക്കാറുണ്ട്. ലേക്കിൻ പക്ഷേ ഐസേ അങ്ങനെ കുച്ച് ഹി പേടിൽ ഹോത്തെ കുറച്ച് മാത്രം മരങ്ങളെ ഉണ്ടാവാറുള്ളൂ. ധാരാളം മരങ്ങളിൽ അങ്ങനെ കാണുകയില്ല. വളരെ കുറച്ച് മരങ്ങൾ തന്നെ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അവർ വേ സബ് അവയെല്ലാം, എന്നാൽ ഒരുപാട് കുറച്ച് മരങ്ങളെ ഉണ്ടാവാറുള്ളൂ. എന്നാൽ ആ മരങ്ങളെല്ലാം ഒരുമിച്ച് കാണില്ല, അത് പല സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. വേ സബ് അവയെല്ലാം, അത്തരം മരങ്ങളെല്ലാം എക് ജഗഹ് ഒരു സ്ഥലത്ത് ന മിൽത്തെ കിട്ടുകയുമില്ല, കാണുകയുമില്ല. ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ചിതലുകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ പക്ഷികൾക്ക് കഴിക്കാൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ചിതലിനോട് വലിയ താല്പര്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. നൗജവാൻ പക്ഷിക്കോ ലഗ, ആ ശബ്ദം കേട്ടപ്പോൾ നൗജവാൻ പക്ഷിക്ക് ലഗ തോന്നി, യഹ് ഇത് ബഹുത് ബഡി സുവിധ ഹേ, ബഹുത്ത് ബഡി സുവിധ ഹെ വളരെ വലിയ സുവിധ ഹെ സൗകര്യമാണ്, നല്ല ഒരു സൗകര്യമാണ്. കി എന്തെന്നാൽ ഏക് ആദ്മി ഒരു മനുഷ്യൻ ദീമകോം കോ ചിതലുകളെ ബോരോമേം ചാക്കുകളിൽ ഭർക്കർ നിറച്ചിട്ട് ബേച്ച് രഹാഹെ വിറ്റുകൊണ്ടിരിക്കുന്നു. ഇത് നല്ല സൗകര്യമാണ്, ചിതലുകൾ കഴിക്കാൻ നല്ല സൗകര്യമാണ് എന്ന് ആ പക്ഷി ചിന്തിക്കുകയാണ്. വഹ് അവൻ അപ്നി ഉഞ്ചായിയാം ചോടുക്കർ തൻ്റെ ഉയരങ്ങളെല്ലാം ചോടുക്കർ ഒഴിവാക്കിക്കൊണ്ട് ഉപേക്ഷിച്ച് മണ്ടരാത്ത ഹുവ വട്ടം ചുറ്റി നീച്ചെ ഉത്തർത്താഹെ താഴോട്ട് ഇറങ്ങുന്നു. എന്നിട്ടോ പേടുക്കി മരത്തിൻ്റെ ഏക്ക് ഡാൽ പർ ഒരു കൊമ്പിന്മേൽ ബൈറ്റ് ജാത്താഹെ ഇരിക്കുകയും ചെയ്യുന്നു. ദോനും കാ സൗദ തൈ ഹോ ജാത്താഹെ രണ്ടുപേരുടെയും കച്ചവടം തൈ ഹോ ജാത്ത ഹെ തീരുമാനിക്കപ്പെടുന്നു. അപ്നി ചോംച്ച് സേ തൻ്റെ ചുണ്ട് കൊണ്ട് ഏക്ക് പർക്കോ ഒരു ചിറകിനെ, പർ എന്ന് പറഞ്ഞാൽ ചിറക്, തൂവൽ എന്ന് തന്നെയാണ് അർത്ഥം, ഒരു തൂവലിനെ ഘീൻചിക്കർ വലിച്ചെടുത്തുകൊണ്ട് തോടിനേമേം അല്ലെങ്കിൽ കൊത്തി വലിച്ച് തോടിനേമേം പൊട്ടിക്കുന്നതിൽ
ഉസ്സെ തക്ലീഫ് ഹോത്തി ഹെ, അവന് വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ചിറക് കൊത്തി വലിച്ചെടുക്കാൻ അവന് തക്ലീഫ് ഹോത്തി ഹെ, പ്രയാസമുണ്ടായിട്ടുണ്ട്. ലേക്കിൻ പക്ഷേ ഉസ്സേ അവന് വഹ് ബർദാസ്ത് കർ ലേത്താ ഹെ, അവനത് ബർദാസ്ത് കർ ലേത്താ ഹെ, ക്ഷമിക്കുകയാണ്. മുഹ്മേം തൻ്റെ വായിൽ ബഡേ സ്വാദ് കെ സാത്ത്, അവൻ എന്ത് ചെയ്തു? തൻ്റെ വായിൽ ബഡേ സ്വാദ് കെ സാത്ത്, നല്ല സ്വാദോടു കൂടി, ദോ ദീമകയും രണ്ട് ചിതലുകൾ, ദബാക്കർ അമർത്തിപ്പിടിച്ചുകൊണ്ട്, വഹ് പക്ഷി ആ പക്ഷി, ഫുർസേ ശബ്ദത്തോടുകൂടി ചിറകടിച്ചുകൊണ്ട്, ഉഡ്ജാത്ത ഹെ പറന്നു പോകുന്നു. അബ് ഇപ്പോൾ ഉസ് പക്ഷിക്കോ ആ പക്ഷിക്ക്, ഗാഡി വാലേസെ ഗാഡി വാലയിൽ നിന്ന് വണ്ടിക്കാരനിൽ നിന്ന്, ദോ ദീമകയും രണ്ട് ചിതലുകൾ, ഖരീദിനെ ഔർ വാങ്ങിക്കുന്നതിനും പകരം, ഏക് പർ ദേനേമേം ഒരു തൂവൽ, ദേനേമേം നൽകുന്നതിനും, ബഡി ആസാനി വളരെയധികം എളുപ്പം, ഈസി ആയിട്ട്, മാലൂം ഹുയി അവന് ഫീൽ ചെയ്തു, അറിയാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ നേരത്തെ ചിറക് വലിച്ചെടുക്കാൻ പ്രയാസമായിരുന്നെങ്കിൽ ഇത് കഴിച്ച് അവന് ശരീരത്തിൽ നിന്ന് ഒരു തൂവൽ വളരെ ലാഘവത്തോടുകൂടി അത് എടുത്തു കൊടുക്കുകയാണ്. അതിൻ്റെ ഗൗരവത്തെ ചിന്തിക്കാതെ വളരെ ഈസി ആയിട്ട് തൂവലുകൾ പറിച്ച് കൊടുക്കാൻ വളരെ ഈസി ആയിട്ട് അവന് ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്നാണ്. വഹ് അവൻ റോസ് ഡെയിലി പതിവായി, തീസരെ പഹർ മൂന്നാം യാമത്തിൽ ഏകദേശം ഒരു 3-4 മണിയുടെ സമയം അവൻ നീച്ചെ ഉത്തർത്ത താഴോട്ടിറങ്ങുകയും, അവർ ഗാഡി വാലേക്കോ വണ്ടിക്കാരന്, ഏക്ക് പങ്ക് ഒരു തൂവൽ, ദേഖർ നൽകിയിട്ട്, ദോ ദീമകയും രണ്ട് ചിതലുകൾ, ഖരീദിലേത്ത അവൻ വാങ്ങുമായിരുന്നു. ഇത് പതിവായിട്ട് ചെയ്യാൻ തുടങ്ങി. കുച്ച് ദിനോം തക്ക് കുറച്ച് ദിവസങ്ങളോളം, ഐസാഹി അങ്ങനെ തന്നെ, ചൽത്താരഹ നടന്നുകൊണ്ടിരുന്നു. ഏക് ദിൻ ഒരു ദിവസം, ഉസ്കെ പിതാനെ അവൻ്റെ പിതാവ് ഇത് ദേഖ്ലിയ കണ്ടുപിടിച്ചു. ഉസ്നെ അവൻ ആ പിതാവ് സംഛാനെ കി കോശിഷ് കി, അവനെ മനസ്സിലാക്കിക്കാൻ കോശിഷ് കി ശ്രമിച്ചു. കി എന്തെന്നാൽ എന്താണ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ബേട്ടെ മോനെ, ദീമകയും ചിതലുകൾ ഹമാരാ സ്വാഭാവിക ആഹാർ നഹി ഹെ, നമ്മുടെ സ്വാഭാവിക ഭക്ഷണമല്ല. വിശപ്പടക്കാൻ നമ്മളെപ്പോഴും കഴിക്കുന്ന സ്വാഭാവിക ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ചിതലിനെ കൂട്ടരുത്. അതൊരു സ്പെഷ്യൽ ഫുഡാണ്, എപ്പോഴെങ്കിലും മാത്രം കഴിക്കേണ്ടതാണ്. ഉൻകേലിയെ ആ ഫുഡിന് വേണ്ടി, അപ്പിനെ പങ്ക് തോ തൻ്റെ ചിറകിനെ, ഹർഗീസ് ഒരിക്കലും നഹി ദിയാ ജാ സക്തേ കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അത് അപകടമാണ്. ലേക്കിൻ പക്ഷേ ഉസ് നൗജവാൻ പക്ഷീനെ, ആ യുവാവായ പക്ഷി, ബഡേഹി ഗർവ് സേ വളരെയധികം ഗർവ് സേ അഹങ്കാരത്തോടെ, അപ്ന മുഹ് തൻ്റെ മുഖം, ദൂസരി ഓർ കർ ലിയ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു, നെവർ മൈൻഡ് ആക്കിക്കൊണ്ട് മുഖം തിരിച്ചു. ഉസ്സേ അവന്, എന്നിട്ടോ ഉസ്സേ ജമീൻ പർ ഉത്തർക്കർ അവൻ ഉടനെ തന്നെ, ദൂസരി ഓർ മുഹ്കർ ലിയ മറ്റൊരു ഭാഗത്തേക്ക് തൻ്റെ മുഖം തിരിച്ചു. ഉസ്സേ അവന് ജമീൻ പർ ഭൂമിയിലേക്ക്, ഉത്തർക്കർ ഇറങ്ങിയിട്ട്, ദീമകേം ഖാനേക്ക് ചിതലുകൾ കഴിക്കുക എന്നത്, ചട് ലഗ് ഗയി, അതൊരു ലഹരി രൂപത്തിൽ ഒരു ശീലം, ചട് എന്ന് പറഞ്ഞാൽ ശീലമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോൾ ഉസ്സേ അവന്, നത്തോ ദൂസരെ കീടെ അച്ഛേ ലഗ്തേ, നത്തോ ന എന്ന് പറയുന്ന പ്രയോഗം വരുമ്പോൾ ശ്രദ്ധിക്കണം. അവന് നത്തോ ദൂസരെ കീടെ അച്ഛേ ലഗ്തേ, ഇപ്പോൾ മറ്റുള്ള കീടങ്ങളെ അവന് നല്ലതായി തോന്നുന്നില്ല. നഫൽ പഴങ്ങളും തോന്നുന്നില്ല. ന അനാജ് കേദാനെ ധാന്യത്തിൻ്റെ അല്ലെങ്കിൽ ധാന്യമണികളും നല്ലതായി തോന്നുന്നില്ല. ദീമകോങ്ക ഷൗക്ക് ആ ചിതലുകളോടുള്ള താല്പര്യം, അബ് ഇപ്പോൾ ഉസ്പർ ഹാവി ഹോഗയാദ അവൻ അതിനൊരു അഡിക്റ്റായി മാറിയിട്ടുണ്ടായിരുന്നു, ലഹരി രൂപത്തിലായി തീർന്നിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ധന്യവാദ്.